ഹൈ, എല്ലാവർക്കും സ്വാഗതം. ഒരു അണുവിൻ്റെ ഏറ്റവും ഉള്ളിലുള്ള അതിൻ്റെ ഹൃദയമായ ന്യൂക്ലിയസ്, അതിന് പെട്ടെന്ന് ഒരുപാട് എനർജി കിട്ടിയാൽ എന്താവും സംഭവിക്കുക? എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? ഇന്ന് നമ്മൾ ആ ഒരു കാര്യമാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രധാന ചോദ്യം. ഒരു ആറ്റത്തിന്റെ ഹൃദയഭാഗം ഇങ്ങനെ ഓവർ എക്സൈറ്റഡ് ആയാൽ എന്ത് സംഭവിക്കും? ഈ എക്സ്ട്രാ എനർജി എവിടുന്ന് വരുന്നു? പിന്നെ അതെങ്ങനെയാണ് പുറത്തു പോകുന്നത്? ഈ ചോദ്യങ്ങൾക്കെല്ലാമുള്ള ഉത്തരം നമുക്കിന്ന് ഒരുമിച്ച് കണ്ടെത്താം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ എക്സൈറ്റഡ് അഥവാ ഊർജ്ജസ്വലമായ ഒരു അണുഹൃദയം എന്താണെന്ന് നോക്കാം. ശരിക്കും പറഞ്ഞാൽ ഇത് ന്യൂക്ലിയസിൻ്റെ ഒരു സ്റ്റേബിൾ അല്ലാത്ത അവസ്ഥയാണ്. അതായത് കുറച്ചു നേരത്തേക്ക് അതിന് ഒരുപാട് എനർജി കൂടുതലായിരിക്കും, അത്രയേ ഉള്ളൂ. സിംപിളായി പറഞ്ഞാൽ ഒരു ന്യൂക്ലിയസിന് താങ്ങാൻ പറ്റുന്നതിനേക്കാൾ കൂടുതൽ എനർജി കിട്ടുമ്പോഴാണ് നമ്മളതിന് ഒരു എക്സൈറ്റഡ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത്. ഈ അവസ്ഥയിൽ അതിന് അധികനേരം തുടരാൻ പറ്റില്ല. ആ എക്സ്ട്രാ എനർജി അതെങ്ങനെയെങ്കിലും പുറത്തു കളഞ്ഞേ പറ്റൂ. ഇതൊന്ന് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ ഒരു ഉദാഹരണം പറയാം. ഒരു ഗിറ്റാർ കമ്പി മീട്ടുന്നത് ഒന്ന് ഓർത്തു നോക്കൂ. ആ കമ്പി ഇങ്ങനെ വിറച്ചുകൊണ്ടിരിക്കും, അല്ലേ? അതിന് എക്സ്ട്രാ എനർജി കിട്ടിയതുകൊണ്ടാണത്. കുറച്ചു കഴിയുമ്പോൾ ആ എനർജി ശബ്ദമായി പുറത്തുപോയി അത് പഴയ പോലെ ശാന്തമാവും. ഏകദേശം ഇതുപോലെ തന്നെയാണ് ഒരു എക്സൈറ്റഡ് ന്യൂക്ലിയസും. അപ്പോൾ ഈ എക്സൈറ്റഡ് ന്യൂക്ലിയസ് എങ്ങനെയാണ് തിരിച്ച് സാധാരണ അവസ്ഥയിലേക്ക് വരുന്നത്? അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിയാണ് ഗാമ റേ പുറത്തുവിടുന്നത്. അതായത് ആ എക്സ്ട്രാ എനർജി അതൊരു ശുദ്ധമായ ഊർജ്ജത്തിന്റെ വിസ്ഫോടനം പോലെ പുറത്തുവരും. ഈയൊരു എനർജി ബേസ്റ്റിനെയാണ് നമ്മൾ ഗാമ റേ എന്ന് വിളിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ അതൊരു ഹൈ എനർജി ഫോട്ടോണാണ്. അപ്പോൾ ഈ പ്രോസസ്സ് വളരെ സിമ്പിളാണ്. സ്റ്റെപ്പ് 1, നമ്മുടെ കയ്യിലൊരു എക്സൈറ്റഡ് ന്യൂക്ലിയസ് ഉണ്ട്. അതിനെ നമ്മളൊരു സ്റ്റാർ ചിഹ്നം വെച്ച് കാണിക്കും. സ്റ്റെപ്പ് 2, അതൊരു ഗാമ റേ ഫോട്ടോണെ പുറത്തുവിടുന്നു. സ്റ്റെപ്പ് 3, അതോടെ ആ ന്യൂക്ലിയസ് അതിൻ്റെ എക്സ്ട്രാ എനർജി കളഞ്ഞ് സ്റ്റേബിളായി സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചെത്തുന്നു. അത്രയുള്ളൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമുണ്ട്. ആൽഫ ബീറ്റ ഡി കെ പോലെയല്ല ഗാമ ഡി കെ. കാരണം ആൽഫയിലും ബീറ്റയിലും ആറ്റം തന്നെ വേറൊരു ആറ്റമായി മാറും. പക്ഷേ ഗാമ ഡി കെയിൽ അങ്ങനൊരു മാറ്റവുമില്ല. ആറ്റം അതുതന്നെയായിരിക്കും. അതിൻ്റെ അറ്റോമിക് നമ്പറോ മാസ് നമ്പറോ ഒന്നും മാറുന്നില്ല. ജസ്റ്റ് അതിൻ്റെ എനർജി ലെവല് കുറയുന്നു, അത്രമാത്രം. നമ്മുടെ ഗിറ്റാർ ഉദാഹരണത്തിലേക്ക് ഒന്നുകൂടി തിരിച്ചുപോയാലോ? ആ ഗിറ്റാർ കമ്പിയിൽ നിന്ന് ശബ്ദം പുറത്തു വന്നാലും ആ കമ്പി അതുതന്നെയല്ലേ? അത് വേറൊരു കമ്പിയായി മാറുന്നില്ലല്ലോ. അതുപോലെ തന്നെയാണ് ഇതും. ന്യൂക്ലിയസ് ഒരു ഗാമ റേ പുറത്തുവിട്ടാലും ആ ന്യൂക്ലിയസിന് ഒരു മാറ്റവും സംഭവിക്കുന്നില്ല. പക്ഷേ വെയിറ്റ്, കഥ ഇവിടെ തീരുന്നില്ല. ഈ എക്സ്ട്രാ എനർജി കളയാൻ ന്യൂക്ലിയസിന് വേറൊരു വഴി കൂടിയുണ്ട്. പക്ഷേ ഇതത്ര കോമൺ ആയിട്ട് കാണുന്ന ഒന്നല്ല. അതായത് ന്യൂക്ലിയസ് ഒരു ഗാമ റേ പുറത്തു വിടുന്നതിന് പകരം ആ എനർജി നേരെ മറ്റാർക്കെങ്കിലും കൈമാറിയാലോ? അങ്ങനൊരു ഓപ്ഷനുണ്ടോ? യെസ്, അങ്ങനെയും ഒരു സാധ്യതയുണ്ട്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ഇന്റേണൽ കൺവേർഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ന്യൂക്ലിയസ് അതിൻ്റെ എക്സ്ട്രാ എനർജി സ്വന്തം ആറ്റത്തിലുള്ള ഒരു ഇലക്ട്രോണിന് നേരിട്ട് കൈമാറും. എന്നിട്ട് ആ ഇലക്ട്രോണിനെ അങ്ങ് പുറത്തേക്ക് തട്ടും. ഇവിടെ ഒരു ഗാമ ഫോട്ടോൺ ഉണ്ടാകുന്നേയില്ല. പകരം എനർജി ഡയറക്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യണം. ഒരു ഫോട്ടോൺ പുറത്തുവിടുന്നതിന് പകരം ന്യൂക്ലിയസ് അതിൻ്റെ എനർജി തൊട്ടടുത്തുള്ളൊരു ഇലക്ട്രോണിന് കൈമാറുന്നു. നമ്മുടെ ഗിറ്റാർ ഉദാഹരണം വെച്ച് പറഞ്ഞാൽ കമ്പി ശബ്ദമുണ്ടാക്കുന്നതിന് പകരം അതിൻ്റെ വൈബ്രേഷൻ മുഴുവൻ തൊട്ടടുത്തുള്ള മറ്റെന്തിനെങ്കിലും കൊടുത്ത് അതിനെ തിരിപ്പിക്കുന്നത് പോലെ. ഫലം ഒന്നു തന്നെ. ന്യൂക്ലിയസിൻ്റെ എനർജി കുറഞ്ഞു, അത് സ്റ്റേബിളായി. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ രണ്ട് വഴികളും തമ്മിലൊന്ന് താരതമ്യം ചെയ്തു നോക്കാം. ഒരു വശത്ത് ഗാമ ഡി കെ, മറുവശത്ത് ഇന്റേണൽ കൺവേർഷൻ. ഇപ്പോൾ നോക്കൂ, എന്താണ് പുറത്തുപോകുന്നത്? ഗാമ ഡി കെയിൽ അതൊരു ഗാമ റേ ഫോട്ടോണാണ്. അതേസമയം ഇന്റേണൽ കൺവേർഷനിൽ അതൊരു ആറ്റോമിക് ഇലക്ട്രോണാണ്. പ്രവർത്തന രീതി നോക്കിയാലോ? ഒന്ന് ഫോട്ടോൺ എമിഷൻ, മറ്റേത് ഡയറക്റ്റ് എനർജി ട്രാൻസ്ഫർ. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, രണ്ടിലും ആറ്റത്തിന്റെ സ്വഭാവത്തിന് ഒരു മാറ്റവും വരുന്നില്ല. അത് തന്നെയായി തുടരുന്നു. ഇവിടെയാണ് ശരിക്കും രസകരമായൊരു കാര്യം വരുന്നത്. സാധാരണയായി ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രമേ നിലനിൽക്കൂ. ഒരു സെക്കൻഡിൻ്റെ വളരെ ചെറിയൊരംശം മാത്രം. പക്ഷേ ചില ന്യൂക്ലിയസുകളുണ്ട്, അവർ മിനിറ്റുകളോ എന്തിന് മണിക്കൂറുകളോളം ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ തന്നെ തുടരും. ഇവരെയാണ് നമ്മൾ ഐസോമറുകൾ എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ സ്ട്രോൺഷ്യം 87ന്റെ ഐസോമർ. അതിൻ്റെ ഹാഫ് ലൈഫ്, അതായത് പകുതി എണ്ണം ഡീകേ ചെയ്യാൻ എടുക്കുന്ന സമയം 2.8 മണിക്കൂറാണ്. ഏകദേശം 3 മണിക്കൂർ. ന്യൂക്ലിയർ ഫിസിക്സിൽ ഇതൊരു വലിയ കാലയളവ് തന്നെയാണ്. ഒന്നാലോചിച്ച് നോക്കൂ. ശരി, ഇനി നമുക്ക് ഗാമ റേയുടെ ഏറ്റവും ഫേമസായ അല്ലെങ്കിൽ കുപ്രസിദ്ധമായ ഒരു കഴിവിനെപ്പറ്റി സംസാരിക്കാം. എന്താണെന്നല്ലേ? അതിൻ്റെ തുളച്ചുകയറാനുള്ള ശക്തി. ഇപ്പം നോക്കൂ, പലതരം റേഡിയേഷനുകളുണ്ട്. അതിൽ ആൽഫ പാർട്ടിക്കിൾസിനെ തടയാൻ എന്തു വേണം? വെറുമൊരു കഷ്ണം കാർഡ്ബോർഡ് മതി. അത്രയുള്ളൂ അതിൻ്റെ പവർ.
ഇനി ബീറ്റാ പാർട്ടിക്കിൾസിന്റെ കാര്യമെടുത്താലോ, അവര് കുറച്ചുകൂടി പവർഫുള്ളാണ്. അവരെ തടയണമെങ്കിൽ ഒരു അലൂമിനിയം ഷീറ്റൊക്കെ വേണ്ടിവരും. എന്നാൽ ഗ്യാമറേസ്, അവരെ തടയാൻ ഇതൊന്നും പോരാ. നല്ല കട്ടിയുള്ള ലെഡ് അല്ലെങ്കിൽ കോൺക്രീറ്റ് ബ്ലോക്കുകൾ തന്നെ വേണ്ടിവരും. അതാണ് ഗ്യാമറയുടെ പെനട്രേറ്റിംഗ് പവർ. എന്തുകൊണ്ടാണ് ഗാമാ റേക്ക് ഇത്ര ശക്തി? കാരണം അത് ശുദ്ധമായ എനർജിയാണ്. അതിന് മാസ് ഇല്ല, ഹൈ എനർജി ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്. അതുകൊണ്ടാണ് അതിന് മിക്കവാറും എല്ലാ വസ്തുക്കളിലൂടെയും അനായാസം തുളച്ചുകയറാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ന്യൂക്ലിയസിന് അതിൻ്റെ എക്സ്ട്രാ എനർജി പുറത്തുവിടാൻ പല വഴികളുണ്ട്. ചിലപ്പോൾ ഗാമാറയായിട്ട്, ചിലപ്പോൾ ഇലക്ട്രോണിന് കൈമാറിയിട്ട്. പക്ഷേ എപ്പോഴാണ് ഒരു ന്യൂക്ലിയസ് ഇതിലേത് വഴി തിരഞ്ഞെടുക്കുന്നത്? അതിനെ നിയന്ത്രിക്കുന്ന നിയമങ്ങൾ എന്തൊക്കെയായിരിക്കും? അതൊരു വലിയ ചോദ്യമാണല്ലേ. ഇതിൻ്റെ ഉത്തരം ക്വാണ്ടം മെക്കാനിക്സിൻ്റെ ആഴങ്ങളിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്ക് മറ്റൊരു ദിവസം അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇന്നത്തെ ഈ വിവരണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നന്ദി.